പപ്പയ്ക്ക് അറിയാൻ വഴിയില്ല. അതൊരു ഇംഗ്ലീഷ് പടവാ, ഡെഡ് പൂള്. എടി പെട്ടെന്ന് തന്നെ. ഓ വെള്ളപ്പൊക്കം മുമ്പിൽക്കൊന്നും അല്ല എൻ്റെ പപ്പ. അതൊരു സൂപ്പർ ഹീറോ പടവാ. എടാ അവ റെഡിയോ? കുളിക്കാൻ പോയിട്ടുണ്ട്. ഓ ഇവനെ കൊണ്ട് ഒന്ന് വേഗം ഇറങ്ങോ. അവൻ ഇതുവരെ റെഡിയായില്ലെന്നേ, ഇവനെ കൊണ്ട്. മായ ക്ലാരൻ്റെ അവള് ഫോണും പിടിച്ചോണ്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. എന്നാ ഒരു ശല്യവാ. സമയം പോയടാ പൊട്ടാ. പൊട്ടന്റെ തന്ത. ആരാ മോളെ? ജെയിംസൂട്ടിയാണോ? എന്നാ ഉണ്ട് മോനെ, സുഖമാണോ മോനെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ പപ്പ സുഖം. എന്നാ ഉണ്ട്? ജെയിംസൂട്ടിയെ കാണാനേ ഇല്ലല്ലോ. ഇവിടെ കൊണ്ട് പപ്പ. ഓ സാറ് പിന്നെ ഭയങ്കര തിരക്കല്ലേ. ജോണിച്ചാനും ഞാനും ഇന്നലെ ഒന്ന് കൂടിയായിരുന്നേ. ആ പപ്പ പറഞ്ഞായിരുന്നു തകർത്തോ? പിന്നെ തകർക്കാതെ. ആ ശരി പപ്പ, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ, സമയം പോയി. മോനെ 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 ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആ അതെ, ഇവളെ ഒന്ന് കെട്ടിച്ചു വിടാൻ നീ ഒന്ന് സഹായിക്കണേ. അവൾ അമ്മയുടെ തെറി മുഴുവൻ കേൾക്കുന്നത് ഞാനാ. അവളെ കെട്ടാത്തതിന് ഞാനിപ്പോ എന്നാ ചെയ്യാനാ? സെറ്റാക്കാം പപ്പ. ഈ വർഷം നടന്നില്ല ഞാൻ വല്ല വണ്ടി കയറ്റി വിട്ടേക്കാം. നമുക്കിവിടെ വല്ല മടത്തിലും ചേർക്കാം. അങ്ങനെ സഭയ്ക്ക് ഒരു പണി കൊടുക്കാം. ആ ഓക്കെ, ബൈ ബൈ, പോവാ. എടാ കാറ് തുറന്നേ. മായ ഡോർ ലോക്ക് ചെയ്യണേ. പോത്തെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ. പപ്പയുടെ കോള് കേട്ടായോ? ആ എന്തി പോത്തിന്റെ തന്ത. എടാ നിന്നെ എന്നെ കാര്യടാ പുള്ളിക്ക്. എന്നിട്ട് ഫുൾ 10 തെറിയും വിളിച്ച് നടന്നോണം. ഇതൊക്കെ ഒരു രസമല്ലേ, കാര്യമായിട്ടൊന്നുമല്ലല്ലോ. ബൈ ദ വേ, പുള്ളി എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ കല്യാണം. മറിയാമ്മേ, നമുക്ക് കാരണന്മാരുടെ സ്ഥാനത്ത് നിന്ന് അതിനൊരു നീക്കുപോക്കുണ്ടാക്കണേ. കാരണര് ആദ്യം സ്വന്തം കാര്യം നോക്ക്. അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എപ്പോഴും നിന്റെ കാര്യം പറഞ്ഞ് തള്ളപ്പെടാനേ നേരമുള്ളൂ. ഞാനെപ്പോഴും റെഡിയാ. പറ്റി ആളെ കെട്ടേണ്ട താമസം. പടം കഴിഞ്ഞ് നിന്റെ ഏതോ ഒരു ഫ്രണ്ട് കാണാൻ വരുവാണല്ലോ പറഞ്ഞേ. ആളെങ്ങനെ കൊള്ളാവും? ആ കൊള്ളാം, മുട്ടി നോക്ക്. ബൈ. നീ എന്താ കാണിക്കണേ? ഓ സ്റ്റാറ്റസ്. എന്തോന്ന്? അസ്റ്റോണിഷിങ് മൂവി. ഈ വാക്ക് എവിടെ നിന്ന് കിട്ടിയേ? ഞാൻ സൂപ്പറിൻ്റെ സിനിമ ഗൂഗിളിൽ തപ്പിയപ്പോൾ കിട്ടിയതാ. കഷ്ടം. എടി മരിയേ, നീ ഇതിനു മുമ്പ് ഏതെങ്കിലും മാർവലിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ ഫ്ലാഷ് ഉണ്ട്. ഫ്ലാഷ്, മാർവൽ, ടൈപ്പ്. ഹായ്. എന്നാ ഉണ്ട്, സുഖമാണോ? സുഖം. കുറച്ച് ഇത് ഞാൻ പറയാറില്ലേ, എൻ്റെ ഫ്രണ്ട്. സാൻഡ്ര? അളിയ നീ എന്താടാ ഇവിടെ? അളെ ജെയിംസ്, എൻ്റെ ഫ്രണ്ടാണ് സാൻഡ്ര. ഓ, അവളെ ഡ്രോപ്പ് ചെയ്യാൻ വന്നപ്പോൾ അവൾ മൊബൈൽ പറഞ്ഞു വെച്ചിട്ട് പോയി. അത് കൊടുക്കാൻ അവിടെ ഇരിക്കടാ. ഇല്ല അളിയ, നിങ്ങൾ സംസാരിച്ചില്ലേ, എനിക്കൊരാൾ കാണാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വരാം. ഓക്കെ. അപ്പോൾ ശരി, താങ്ക് യു. ഹായ്, സാൻഡ്ര അല്ലേ? ഹായ്. മരി എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. എടാ ഇതാ ഞാൻ പറയാറുള്ള എൻ്റെ ഫ്രണ്ട് ജെയിംസ്. ഹായ്. ഹായ്. ജെയിംസ് ബാങ്കിൽ എന്തോല്ലോ വർക്ക് ചെയ്യുന്നേ? അതെ. ഒരു മിനിറ്റ്, ഞാനേ ഈ ഫോൺ എടുത്തോട്ടെ. നിങ്ങളെല്ലാം സംസാരിച്ചിരിക്കും. ഒരു മിനിറ്റ്. അല്ലെങ്കിൽ ആരും വിളിച്ചാലും ഫോൺ എടുക്കാത്ത ടീമാ. എന്തെങ്കിലും അത്യാവശ്യം കാണും. ആ അതൊക്കെ കൂടെ. നിന്റെ വിശേഷം പറ.
അവനിനി വരുമെന്ന് തോന്നുന്നില്ല. ആ എന്തേ കഴിഞ്ഞ സാറിന്റെ ഫോം വിളി? യെസ്. എന്നാ ഞാൻ പോയേക്കുക. ഓക്കേടാ. കാണാം. ഓക്കെ ബൈ. ഓക്കെ. ക്ലാര ഒന്ന് വരുമോ? ഇതെന്നെ സംഭവം? നിന്നെ ആരാ വിളിച്ചേ? അയൺമാൻ. ഒന്ന് ഓടാ. ബൈ ദ വേ, അയമാനാണോ നിന്റെ ഫേവറേറ്റ്? നമ്മൾ ക്യാപ്റ്റൻ്റെ ആളാ. ക്യാപ്റ്റൻ അതാരാ? നിന്റെ ഫുൾ നെയിം എന്നാ പറഞ്ഞേ? വേടാ, തന്തയ്ക്ക് വിളിക്കാനല്ലേ? ഞാനില്ല. എന്തൊരു ജാടയായിരുന്നടാ, എന്തൊക്കെ ഡയലോഗായിരുന്നു. ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ തന്നെ അവളെ വളച്ചോണ്ട് വന്നു. വേറെ ആരെയൊക്കെ മറന്നാലും ജാടക്കാരെ പെമ്പിളാർ മറക്കിയെന്നാ പറഞ്ഞത്. ആര്? നമ്മുടെ ആശൻ മിസ്റ്റർ കാഞ്ഞിരപ്പള്ളി കുഞ്ഞൂന്. ഒരു കുഞ്ഞുഞ്ഞെ. വാ പോവാ. അല്ല, നിന്നെ മാറ്റി നിർത്തിയാണെന്നാ പറഞ്ഞേ? ആ അമ്മയുടെ ഒരു കൊട്ടേഷനാ. അവൾക്കൊരു കസിനുണ്ട്. പുള്ളിയുടെ ഫാമിലിയൊക്കെ ലാസ്റ്റ് ടൈം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവനെയും കൂട്ടി നാളെ വരാമെന്ന് പറയാം മീറ്റ് ചെയ്യാൻ. ആഹാ, അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യേ. പോയി കാണ്. മരുവായി എന്നെ വിളിക്കണ്ട, ഞാൻ ഫുള്ള് ബിസി ആയിരിക്കും. ഓക്കെ. ജെമി, എടാ പോസ്റ്റ് ആക്കിയത് സോറി. വീട്ടുകാരേതാണ്ട് ഉറപ്പിച്ച മട്ട. പുള്ളി എനിക്ക് കറക്റ്റ് മാച്ചായിരിക്കുന്ന സാന്ദ്ര പറഞ്ഞ്. എനിക്ക് മാച്ച്. അതെങ്ങനെയാ അവൾക്കറിയാം? നല്ല ജോലി, കരിയർ ഫോക്കസ്ഡ്, മെച്യൂർ. ആ കറക്റ്റാ. ആഹാ, അടിപൊളി. ഇനി നീയായിട്ട് പറഞ്ഞു കുളവാക്കരുതാ മതി. എടാ ക്രിഞ്ചാന്ന് പറയില്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ക്രിഞ്ചാണ് ഞാൻ പറയാം. ക്രിഞ്ചാന്ന് പോടാ. ഫുട്ബോളൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതെന്താണ് പോലും അറിയത്തില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാനിപ്പോ എല്ലാ വീക്കും നിന്റെ കൂടെ വന്നിരുന്ന് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി കാണും. അവര് തോക്കുമ്പോൾ നിന്നെപ്പോലെ തന്നെ എനിക്കും കുറച്ച് സങ്കടമൊക്കെ തോന്നാറുണ്ട്. വല്ലപ്പോഴൊക്കെ ആണെങ്കിലും അവർ ജയിക്കുമ്പോൾ എനിക്കും സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അത് ഞങ്ങൾ ഫോമല്ല, നമ്മൾ തിരിച്ചു വരും. പണ്ടൊക്കെ നീ ടി വിയിൽ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ടി വി റിമോട്ടിന് വേണ്ടി തല്ലൂട്ടി നടന്നിരുന്ന ആളാ ഞാൻ. ഇപ്പൊ ഷെൽഫില് കുർത്തിയുടെയും ടോപ്പിന്റെയും ഒക്കെ കൂടെ എന്റെയും ഉണ്ട് ധോണിയുടെ നമ്പർ 7 CSK ജേഴ്സി. നീ എന്നെ പറഞ്ഞ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. എടാ ഞാൻ ആകെ മാറിപ്പോയി. ഇങ്ങനെയൊക്കെ ആയി തീരുന്ന ഓർത്തതല്ല. എടാ നിന്റെ അമ്മ എപ്പോഴും പറയും നീ ഒരു അമ്മാസ് ബോയ് ആണെന്ന്. ഞാനിവിടെ ഉള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആശ്വാസവും. ഞാനിവിടുന്ന് പോയാ നീ എന്നെ വല്ലാണ്ട് മിസ് ചെയ്യും. നോക്ക്, നീ എന്നെ മിസ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ബട്ട് നീ ഇല്ലെങ്കിൽ it won't be the same. നീ എനിക്ക് ആരാന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു മോനെ പോലെയൊക്കെയാന്ന് വരെ തോന്നിയിട്ടുണ്ട്. ബട്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ നിന്നെ ചുറ്റിപ്പറ്റിയാന്ന് തോന്നിപ്പോവാ. പുതുപാതിരകൾ പകലിന്നൊളികൾ ഇരുളിൻ കനവിൽ എങ്ങോ കാത്തുവച്ചിരുന്നേ. ഇരുതാളുകളിൽ എഴുതും വരികൾ ഒരു മൂകതയിൽ മെല്ലെ ചേർന്നിരുന്നു പണ്ട്. ഓരോ വർണ്ണങ്ങൾ നിന്നിൽ മിന്നുമ്പോൾ ഞാനും കാണുന്നു മായാദീപങ്ങൾ. ഓരോ ജന്മങ്ങൾ നിന്നിൽ ചേരുമ്പോൾ ഞാനും തേടുന്നു തീരാനേരങ്ങൾ.
പൂവായി നിൻ മൗനം പോലും എന്നിൽ നോവായി നോവായി നിൻ സ്വപ്നം പോലും എന്നിൽ തേനായി തേനായി ജോർജ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജെയിംസ് അല്ലേ? എടോ, ഇത് ഞാൻ തന്നോട് മിണ്ടി ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് മനസ്സിലായതാ. എന്തു പറഞ്ഞാലും അവസാനം വന്നു നിൽക്കുന്നത് അവൻ്റെ പേരിലായിരുന്നു. ഒത്തിരി തവണ പറയാൻ ഞാൻ ട്രൈ ചെയ്തതാ, പക്ഷേ എങ്ങനെയാ പറയണ്ടേന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല. ഏയ്, അതൊന്നും സാരമില്ലടോ. പിന്നെ വേറൊരു കാര്യം അറിയോ? ഇന്നലെ തന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു. ഭയങ്കര ടെൻഷൻ അടിച്ച ഫേസും കാലൊന്നും നിലത്തുറയ്ക്കാതെ. ആദ്യം പറഞ്ഞ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞവനോ കേട്ടെനിക്കോ മനസ്സിലായില്ല. പക്ഷെ അതിലുണ്ടായിരുന്നു എല്ലാം. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി എങ്ങാനും നിന്നാരെങ്കിലും കെട്ടിക്കൊണ്ടുപോയാൽ അവൻ ആദ്യം പിടിച്ചാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഈ കഥയിലാവാൻ ഞാനില്ല. സോ ഞാൻ സാണ്ടലോട് അവനെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദേ എത്തിയല്ലോ. ചെല്ല്, പോയി രണ്ടുപേരും കൂടിയും സമാധാനത്തിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ഫിഗർ ഔട്ട് ചെയ്യും. ചെല്ല്, പൊക്കോ ഓ. കരഞ്ഞോ? കരയിപ്പിച്ചും പോരാ. കാര്യപ്പിച്ചോ? ഞാനോ? എവിടെ? നോട നോട പട്ടീൻ്റെ തന്ത. ഓരോ വർണ്ണങ്ങൾ